നമസ്കാരം. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ 10ാം ദിവസമായ ഇന്ന് നിർണായകമാണ്. അർജുനെ പുഴയിൽ നിന്നും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സൈന്യം. രാവിലെയോടെ കാലാവസ്ഥ അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. ലോറി പുറത്ത് എടുക്കുന്നതിലല്ല, അർജുനെ കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നു. ഡൈവർമാരെ ഇറക്കി ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി ശ്രമം നടത്തും. പിന്നീടാകും ട്രക്ക് പുറത്തെടുക്കുക. മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോറി പുറത്തെടുക്കാനുള്ള വഴി കൊളുത്തിട്ട് ഉയർത്തലാണ്. അതിനും സ്കൂബ ഡൈവേഴ്സ് താഴേക്കിറങ്ങി ട്രക്കിന്മേൽ കൊളുത്തിട്ടുറപ്പിച്ച് തിരികെ കയറണം. അതിനുശേഷം ഭാര ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രക്ക് ഉയർത്തണം. അതിനുള്ള അടിസ്ഥാനം എത്രയും പെട്ടെന്ന് ഒരുക്കുമെന്നും നടപടി പുരോഗമിക്കുകയാണെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്താണ് അന്തിമ പദ്ധതി തയ്യാറാക്കിയത്. മേഖലയിലേക്ക് ഡ്രോണുകളടക്കം കൂടുതൽ സന്നാഹങ്ങൾ ഇന്ന് രാവിലെയോടെ എത്തും. അർജുന്റെ ലോറി തലകീഴായി മറിഞ്ഞ നിലയിലാണെന്ന് ഇന്നലെ ഉത്തര കന്നഡ SP നാരായണ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ജൂലൈ 20-നാണ് റഡാറിൽ സിഗ്നൽ പതിയുന്നത്. ലോറിയുടേതാകാമെന്ന തരത്തിലുള്ള വാർത്തകളും വന്നു. സംഭവസ്ഥലത്ത് പരിശോധന ശക്തമാക്കി. എന്നാൽ നിരാശയായിരുന്നു ഫലം. തുടർന്ന് വേറെ 2ഇടങ്ങളിലും സമാനമായി സിഗ്നൽ ലഭിക്കുകയുണ്ടായി. എന്നാൽ പരിശോധനയിൽ അവിടെയും ലോറിയില്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചു. കരയിലെ തിരച്ചിൽ അവസാനിപ്പിച്ച് പിന്നീട് പുഴയിലേക്ക് മാറ്റി. നാവികസേനയും എത്തിയതോടെ പുഴയിലെ തിരച്ചിൽ ശക്തമായി. ഇതിനിടെ അർജുനായുള്ള തിരച്ചിലിനിടെ ഗംഗാവാലി പുഴയിൽ നിന്ന് ഇന്നലെ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതേസമയം സുപ്രീം കോടതിയിലെ ഹർജി 6ാം നാളും അർജുനെ കണ്ടെത്താനാകാതെ വന്നതോടെ തിരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നു. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി. ദൗത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലും ഇല്ലാതെ രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുയർന്നിരുന്നു. വിഷയം ഗൗരവമാണെന്ന് കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയക്കുകയായിരുന്നു. എന്തായാലും 7 ദിവസം വരെ ഇത്തരത്തിൽ കരയിലായിരുന്നു അർജുനെ തേടിയുള്ള പരിശോധന. 90% പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീട് പുഴയിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പുഴയിലേക്ക് തെരച്ചിൽ നടത്തിയത്. മാത്രമല്ല, ഒരു ദൃക്സാക്ഷി പറഞ്ഞതനുസരിച്ച് പുഴയിലേക്ക് അർജുന്റെ വാഹനം വീണു പോകുന്നത് അദ്ദേഹം കണ്ടതാണ്. ഇതനുസരിച്ചാണ് അവിടെ കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ ദിവസം 2 സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെ പതിച്ചിരുന്നു. ആ സ്ഥലത്ത് തന്നെയാണ് അർജുന്റെ ട്രക്ക് കണ്ടെത്തിയത്.